എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് വീട്ടിലേക്ക് മാറി. ഇപ്പം ഇവിടെ ഒരു 3 മാസമായിട്ടോ. പക്ഷെ എനിക്ക് ചെടികളൊന്നും തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ചെടികളല്ല, സോറി, കൃഷി സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റാൻഡ് ആവശ്യമുണ്ട്. അപ്പം ആ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ ചേട്ടന്മാർക്ക് പണിത്തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കൃഷിയായിട്ട് തുടങ്ങിയില്ല. അല്ലാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാവ്, പ്ലാവ് ഇതൊക്കെ ഞാൻ ഉള്ള സ്ഥലത്ത് വെച്ചു. അപ്പൊ അതാണ് ഇന്ന് കൂട്ടുകാരെ കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞ വീട് 3.5 സെന്റാണ് കേട്ടോ. 3.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്താണ് ഞാൻ ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെല്ലാം ചെടികളാണ് എവിടേക്കാണ് വെച്ചേക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇന്ന് കൃഷിയായിട്ട് പ്രത്യേകിച്ചില്ല കേട്ടോ. ഞാൻ നട്ടിരിക്കുന്ന എൻ്റെ ചെടികളെയാണെന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ എൻ്റെ ചെടികൾ എവിടെയൊക്കെയാന്ന്. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ വീട്. വീടിന് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ, സൈഡിൽ നിന്നാണ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് വീട്. ഇനി നമുക്ക് ചെടികളെയൊക്കെ ഒന്ന് കാണാം. അപ്പം ഞാൻ വെളിയിൽ നിൽക്കാണ്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് കാര്യമായിട്ട്. അതിൻ്റെയാണ് ഈ ശബ്ദം. ഒട്ടും നല്ല ശബ്ദമുണ്ട്. കൂട്ടുകാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. അപ്പൊ ഇതിപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ കടലാസ് റോസ്. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ ഈ കടലാസ് റോസ് എവിടെ ഇരുന്നേന്ന്? നമ്മുടെ സ്റ്റെയർകേസിന്റെ കൈവരിന്നെയാണ് വെച്ചിരുന്നത്. ഇപ്പൊ അതിന് ഞാനിങ്ങനെ വെച്ചേക്കാണ്. താൽക്കാലികമായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, നട്ടിട്ടില്ല. ആ ഒരു കവറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ തന്നെയാണ് അതിനെ വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ അതിനെ വെട്ടി നിർത്തി. നമ്മളിവിടെ ഒരു ആർച്ച് പോലെ ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ അതും പണിയാനായിട്ട് ആ ചേട്ടന്മാര് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് കുറേ ദിവസം ഇവിടെ ഇങ്ങനെ സൺസൈഡിന്റെ അടിയിൽ കിടന്നു. പിന്നെ ഞാൻ അതിനെ ഒന്ന് എന്താ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ നിർത്തിയേക്കുന്നു. ഇതേ തൊട്ടടുത്ത് അതിന്റെ തലയൊക്കെ വെട്ടിയേക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു മാവും തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂവാണ്ടൻ മാവാണ് വെച്ചേക്കുന്ന ഇതിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ മാങ്ങാണ്ടി കുഴിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ മൂവാണ്ടൻ ആവുമ്പോൾ നമുക്ക് കറിയും വെക്കാം, പഴുത്താലും തിന്നാം, എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. വെറുതെ ആണെങ്കിലും കഴിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഇരുമ്പുമ്പുളി ചെടി. ഇരുമ്പുമ്പുളി ഇവിടെ വന്നതിന് ശേഷം ഒരെണ്ണം ഉണ്ടായിട്ടോ. നമ്മുടെ പഴയ വീട്ടിൽ വെച്ചത് കാച്ചതാണ്. ഇവിടെ വന്നിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് ഇരുമ്പുമ്പുളി ഇല്ല കേട്ടോ. അന്ന് കുറെ നിറയെ പൂത്തിരുന്നു, പക്ഷെ കായൊന്നും ഉണ്ടായില്ല. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇരുമ്പുമ്പുളി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ, അതായത് നിറയെ ഇലച്ചിലായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പുമ്പുളിനെ ഫ്രണ്ടിൽ കൊന്ന് നിർത്തിയേക്കുന്നത്. കണ്ട, കാണാൻ നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പൊ കമ്പൊക്കെ ഒന്ന് കോതി കൊടുത്താൽ ഒരുപാട് പൊക്കത്തിലൊന്നും പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണം കുഞ്ഞ് എന്തോ ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പൊ അങ്ങനെ ചെറിയ പായലൊക്കെ ആയിട്ട് ഉണ്ട്. അത് മീനില്ല കേട്ടോ. അച്ചൂട്ടൻ വന്ന് ഇതിനകത്ത് നിന്ന് മൂത്രമൊഴിക്കും. അപ്പൊ അതുകൊണ്ട് മീനൊക്കെ ചത്തുപോയേ. പിന്നെ ഇത് നമ്മുടെ പ്ലാവും തൈയാണ്. പ്ലാവും തൈയുടെ പേര് എനിക്ക് അറിഞ്ഞു. എന്നാലും വരിക്കച്ചക്കയാണ്. വരിക്ക നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് റോസാണ്. അപ്പം റോസൊക്കെ ഒന്ന് നന്നായി വരുന്നുള്ളൂ കേട്ടോ. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ എല്ലാം വെട്ടി. പിന്നെ കുറേ ദിവസം ഇങ്ങനെ ഇത് കിടന്നുകൊണ്ട് ആകെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. പൂക്കളൊക്കെ കുറവാണ്. പിന്നെ ഇത് നമ്മുടെ പേരയാണ്, ബഡ് പേരയാണ് കേട്ടോ. അപ്പൊ ബഡ് പേരന് ഞാൻ എന്നും വഴക്ക് പറഞ്ഞ് പേര എന്തായാലും കാച്ചിട്ടുണ്ട്. ഇതിവിടെ കായുണ്ട്. കായല്ല കേട്ടോ, പൂത്തിട്ടുണ്ട്. കാച്ചിട്ടുണ്ടെന്നല്ല, പൂത്തിട്ടുണ്ട്. 2 പൂവ് വിരിഞ്ഞിട്ടില്ല, മുട്ടാണ്. പിന്നെ ഇനി ഉള്ളത് ഇവിടെയാണ്. ഇവിടെ കുറച്ച് ഇവിടെ ഇപ്പൊ ഈ വലിയ ചട്ടിൽ ഞാൻ പപ്പായാണ് കേട്ടോ നട്ടേക്കുന്ന. ഒരെണ്ണം അവിടെ കിളിർന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നട്ട് ദൈവന്മാർ ഓരോ ദിവസം വന്ന് ഇതിന്റെ ഒന്നെങ്കിൽ പറിച്ചു കളയും, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു വയ്ക്കും. അങ്ങനെ പല പരിപാടികളുണ്ട്. ഇതിനകത്ത് കപ്പയൊക്കെ ആയിരുന്നു. കപ്പയെല്ലാം മുള വന്നതായിരുന്നു. അതെല്ലാം തന്നെ പോയി. ഇതൊരു മുട്ടപ്പഴമാണ് കേട്ടോ. ഇത് മുട്ടപ്പഴം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പൈപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ മുകളിലേക്കുള്ള ചെടികളാണ്. ഇവിടെ വെക്കേണ്ട സാധനങ്ങളല്ല ഇതൊന്നും തന്നെ, ടെറസിന്റെ മുകളിലേക്ക് വെക്കാനുള്ളതാണ്. ഇത് പേരയാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഒരു പെയിന്റിംഗ് ബക്കറ്റിലേക്ക് ആക്കി. മറ്റേ നമ്മൾ ലെയർ ചെയ്തിരിക്കുന്ന പേരയാണ്. ഇനി ഇതിനകത്തൊരു ഇഞ്ചി മുളച്ച് ഇഞ്ചിയൊക്കെ നട്ടതായിരുന്നു. ഇഞ്ചി എല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെന്തൊക്കെയോ ചെയ്തു പോയി. നമുക്ക് എപ്പോഴെപ്പോഴും കുഞ്ഞുങ്ങളെ തല്ലാൻ പറ്റത്തില്ലല്ലോ. ഇത് നമ്മുടെ പൈനാപ്പിൾ ചെടിയാണ്. മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ് കേട്ടോ. കണ്ടോ, മുള്ളില്ലാത്ത പൈനാപ്പിൾ ചെടിയാണ്. പിന്നെ അതൊരു മുന്തിരിച്ചെടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുന്തിരിച്ചെടി വാങ്ങിച്ചിട്ട് ചീത്തയായിപ്പോയി. പിന്നെ അത് രക്ഷപ്പെട്ട് വന്നേക്കുന്നതാണ്. ഇപ്പം നിറയെ ശീലൊക്കെ വന്നിട്ടുണ്ട്. അതൊരു നെല്ലിയാണ്. പിന്നെ ഇതിനകത്ത് വെച്ചിരുന്നൊക്കെ ഞാൻ മാറ്റിയിട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു തുളസിക്കുട്ടനും കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ചെടികൾ വിത്ത് ഇട്ടിരുന്നു, പക്ഷെ മഴ ശക്തിയിൽ പെയ്തതെല്ലാം പോയിരുന്നു. ഇനി നമുക്ക് ഇത്രയും മണ്ണ് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം മണ്ണും തന്നെ തീർന്നു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച്, നമുക്ക് കണ്ടോ ഇവിടെയും കുറച്ച് മണ്ണുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ചീരയൊക്കെ പാവിയിട്ടുണ്ട്. അപ്പൊ ചീരയൊക്കെ ഈ വെള്ളം മഴ അടുപ്പിച്ച് പെയ്യുന്നോണ്ട് അതെല്ലാം പോയി കേട്ടോ. ഈ പാത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചീരയൊക്കെ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാഞ്ഞ് ചീരയൊക്കെ പോയി. ഞാനൊരു കോവല നട്ടിരുന്നു, കോവലവും പോയി. ഇനി എല്ലാം ഒന്നേന്ന് മുകളിൽ സെറ്റ് ചെയ്തിട്ട് വേണം. ഇത് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ. വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് ബക്കറ്റാണ്. ഇത് നമ്മുടെ മാവാണ്. മാവിന് ഞാൻ ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റി ഒന്നുകൂടി ഒരു വലിയ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇവനെയും ടെറസിന്റെ മുകളിലേക്കാണ് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഉള്ളത് ഇവന് ഇവിടെയും കൂടിയാണ് ചെടിയുള്ളത്. കുറച്ച് ഇവിടെ ആ ചേന, ഇത് നമ്മൾ അവിടെ ആ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന ചേനയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മുളക് ഇപ്പം പൂത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചട്ടിയിൽ നിന്ന്, അത് അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച വേപ്പാണ് കേട്ടോ. പിന്നെ ഇനി ഇതേ വേപ്പ് നട്ടിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന്, ചെറിയ ചട്ടിയിൽ നിന്ന കുഞ്ഞു വേപ്പാണ്. അവനെ നമ്മൾ തറയിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ ഇവിടെയും മുളകുണ്ട്, കുറച്ച് ചീരയുണ്ട്. പട്ടിച്ചീരയാണ്. നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്നിരുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ പറിച്ച് നട്ടുന്നേ ഉള്ളൂ. ഇവിടേക്ക് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം തന്നെ പോയി. ഇത് നമ്മുടെ അമ്മവേപ്പായിരുന്നു കേട്ടോ. അമ്മവേപ്പിന്റെ തലയെല്ലാം ഞാൻ ഒടിച്ചു നിർത്തിയേക്കാണ്. അപ്പോൾ താഴെ നിന്ന് കുറേ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. ഇനി ഇവിടെയാണ് അടുത്തത് കാണിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ എത്തിട്ടോ ചുറ്റി. അവിടെയും ഒരു മുളക് തൈ ഉണ്ട്. ഇവിടെ ഒരു ചാമ്പ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മത്തങ്ങയൊക്കെ മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ. വഴുതനങ്ങയുണ്ട്. ഒരു പപ്പായ തൈ അവിടെ കുഴിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. വേര് അങ്ങനെ പൊങ്ങി മതിൽ പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് താഴ്ത്തി നട്ടേക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇവിടെ വാഴയും നട്ടിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 3 വാഴയുണ്ട്. റോബസ്റ്റ ഉണ്ട്. ഇവനാണ് കേട്ടോ റോബസ്റ്റ. ഇവൻ ഞാലിപ്പൂവനാണ്. താഴെ നിൽക്കുന്നതും ഞാലിപ്പൂവനാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആരാണ്, ഇവന്റെ പേരെന്താ, മാതളം നിറയെ പൂവിട്ടിട്ടുണ്ട്. കായൊന്നും ആയില്ല. ഇതിനു മുമ്പ് കുറെ പൂവിട്ടോ, പക്ഷെ കായൊന്നും പിടിച്ചില്ല. പിന്നെ ഒരു സപ്പോട്ട നട്ടിട്ടുണ്ട്. സപ്പോർട്ടിനെ കൊണ്ടുപോകണില്ല, പക്ഷെ ഈ പെയിന്റിംഗ് ബക്കറ്റിലിരിക്കുന്ന ഇവനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകலாம் കേട്ടോ. ഇവിടെ നമ്മളിതിന് കൊണ്ടുപോകണില്ല. ഇത് കിണറാണ് കേട്ടോ. കിണറിന്റെ പൈപ്പ് വെച്ചേക്കണുണ്ടോ എയർ പോകാനുള്ളത്. ഇത് കിണറിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഇത് പേരയാണ്. നല്ല വലുതായിട്ട് നിന്നാണ്, ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. ഇവനെ നമുക്ക് ടെറസിന്റെ മുകളിലേക്ക് ഉള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ജുജാബിയാണ് കേട്ടോ, ഏളന്തിപ്പഴം. ഇളന്തിപ്പഴത്തിന് കൊണ്ടുപോകണില്ല. ഇളന്തിപ്പഴം ആ പാത്രത്തിൽ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇളന്തിപ്പഴത്തിന് ഞാൻ വെട്ടിയിട്ടോ. ഇവിടേക്ക് വന്നപ്പം വെട്ടി, അവന്റെ തല വെട്ടിയിട്ട് പുതിയ നാമ്പുകൾ വന്നത് കണ്ടോ. ഇവിടെ വെച്ചാണ് ഞാൻ വെട്ടിക്കൊടുത്തത്. നിറയെ കായ ഉണ്ടായിരുന്നു. അങ്ങനെ വെട്ടിക്കൊടുത്തപ്പോൾ പുതിയ ശിഖരങ്ങൾ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ചാണ്. ഓറഞ്ചും കാച്ചതാണ്. കാച്ചതല്ല, പൂത്തതാണ്. കാച്ചില്ല, പൂത്തതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു റംബൂട്ടാൻ ഉണ്ട്. റംബൂട്ടാനൊക്കെ പാത്രത്തിൽ നിന്നാണ് നമ്മളതിനെ താഴേക്ക് നട്ടു. അതുപോലെ ഇവിടെയും കുറച്ച് ചട്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഓരോന്ന് പാവിയിട്ടുണ്ട്. ഇത് വഴുതനങ്ങയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ വെറുതെ ഇരുന്ന പഴയ വിത്തുകളെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞു. നിശാഗന്ധി ആണ് ഇത്. പിന്നെ കണ്ടോ, ഇതും വഴുതനങ്ങയാണ്. ഇതെല്ലാം ചീരയാണ് കേട്ടോ മുളച്ചിരിക്കുന്നത്. ഞാൻ എല്ലാം അവിടുത്തെ അങ്ങ് ചീര പഴയ വിത്താണെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് അങ്ങ് പഴയ വിത്തെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് കൃഷി തുടങ്ങുമ്പോൾ പുതിയതായിട്ട് എല്ലാം ഒന്നേന്ന് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് എല്ലാം പോട്ടെന്ന് വെച്ചു. ഇത് നമ്മുടെ ജമന്തിയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജമന്തി പോയിട്ട് ഞാൻ വീണ്ടും നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് മുളക് തൈ.
പിന്നെന്താണ്, അത് നല്ല ബുഷായിട്ട് നിന്നായിരുന്നു കേട്ടോ. അത് കുഞ്ഞ് മൂത്രമൊഴിച്ച് അത് കാട്ടിക്കളഞ്ഞ്. ഇത് നമ്മുടെ മൾബറി ചെടിയാണ്. മൾബറിയും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലാണ് നിന്നിരുന്നത്. ഞാൻ അവനെ താഴേക്ക് നട്ടു. പിന്നെ ഇവിടെ ഇവനെന്ത് പറ്റിയെന്ന് അറിയില്ല, എപ്പോഴും ഇവന് ഓരോരോ അസുഖങ്ങളാണ് കേട്ടോ. ഇവന് ഇല ഇങ്ങനെ ഉണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നണേ. അപ്പൊ ഇതൊന്നുകൂടി ഒന്ന് വെട്ടി കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നന്ദ്യാർവട്ടമാണ്. പിന്നെ കണ്ടോ, ചെടികളൊക്കെ എപ്പോഴാണ് കാണാണ്ടാവണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ അവന്മാർ പറിച്ചു നോക്കും. അങ്ങനെ ഓരോ കലാപരിപാടികളാണ് അവരുടെ. അതായത് നെല്ലിക്കാപ്പുളിയാണ് ആ നിൽക്കുന്നത്. അത് പൊങ്ങി വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു സീതപ്പഴമാണ് ഈ നിൽക്കുന്നത്. പിന്നെ നമുക്ക് വീണ്ടും ഒരു പേരത്തൈ ഞാനിവിടെ നട്ടിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ ആകെ ഇത്തിരി സ്ഥലമേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടെ അങ്ങനെ വെച്ചേക്കണം. പിന്നെ താഴെ വാട്ടർ ലില്ലി നട്ടേക്കണം. പിന്നെ ഇതേ നോക്കിയൊക്കെ ഇവിടെ ഒരു ചെത്തിയുണ്ട്. 2 കളർ ചെത്തി, ഓറഞ്ചും ഉണ്ട് ചുമപ്പും ഉണ്ട്. പിന്നെ ഒരു ഇലച്ചെടി, പിന്നെ ഒരു നന്ദ്യാർവട്ടം, പിന്നെ വീണ്ടും ഒരു ഇലച്ചെടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതേ വീണ്ടും ഒരു എന്താ പറയാ, ആ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ. ആ പൊക്കത്തിൽ നിൽക്കുന്ന ചെടിയുടെ പേര് ദേവദാരുണ്ട്. പിന്നെ ഒരു ബുഷ് പോലെ ഇരിക്കുന്ന ചെടിയുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ കുളം കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഓർക്കിഡാണ്. ഓർക്കിഡ് എന്തായാലും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, ഓർക്കിഡ് അവിടെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കണം. കണ്ടോ, ഇതാണ് കേട്ടോ കുളം. ഈ കുളം പുല്ലൊക്കെ നട്ടിട്ടേ ഉള്ളൂ, പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, മീൻ ഒരു പ്രാവശ്യം ഇട്ടതാണ്. ഇവരെന്തൊക്കെയോ ചെയ്ത് അത് മീനൊക്കെ ചത്തുപോയി. വെള്ളം മാറ്റി ഇപ്പൊ പിന്നെ വെള്ളം നിറച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. അവിടെ ഒരു മുള നടാന്ന് വിചാരിച്ചായിരിക്കുന്ന ആ ചട്ടിയില് നമ്മൾ വാങ്ങിച്ചില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് കുളം. ഇനി മുകളിലാണ് കേട്ടോ ചെടി ഇരിക്കുന്നത്. അവിടെ നിന്ന് കട്ടൻ പ്ലാന്റ് നീണ്ട് വരുന്നുണ്ട്. പിന്നെ ആ അറ്റത്ത് നമ്മൾ കുറച്ച് വാഴച്ചെടി പോലത്തെ ചെടിയില്ലേ, അത് വെച്ചിട്ടുണ്ട്. അങ്ങേയറ്റത്ത് കടലാസ് റോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ ചെടികൾ ഞാൻ എവിടേക്കാണ് നട്ടേക്കുന്നതെന്ന്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചെടികൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുടെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.